എന്തൊക്കെ പ്രസ്താവനകളായിരുന്നു, എന്തൊക്കെ നിലപാടുകളായിരുന്നു. ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ ഭരണമെന്ന് പറയുമ്പോഴും കേരളത്തിൽ കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻക്ലൂസീവായ ഒരു ഡെവലപ്മെന്റ് അപ്രോച്ചിനെ തകർത്തെറിയുന്ന വിധത്തിലേക്കല്ലേ ഈ നാടിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം മനുഷ്യരെയും തൊട്ടുതലോടിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സർക്കാരിനെ ആ സർക്കാർ മുന്നോട്ട് വെച്ച പ്രൊജക്ടുകളൊക്കെയും റദ്ദാക്കുന്നു. ഇതാ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെയും ഒരുപാട് സംശയങ്ങൾക്ക് ഇവിടെ ഇടവരുത്തിയിരുന്നു. ഓർഗനൈസർ എന്ന RSS മുഖപത്രമാണ് ഈ പറഞ്ഞ VD സതീശനെ പ്രശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അവരുടെ മുഖപ്രസംഗം എഴുതിയത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ തുടരുമ്പോൾ ഒരിക്കലെങ്കിലും സഖാവ് പിണറായിക്കെതിരെയല്ലാതെ ഓർഗനൈസറിൽ ഒരു വരി എഴുതാൻ ആ രാഷ്ട്രീയ ബോധ്യത്തിന്റെ ഉറച്ച ബോധ്യത്തിന്റെ ഇടതുപക്ഷമായിട്ടുള്ള ഈ സംഘപരിവാർ വിരുദ്ധ ബോധ്യത്തിന്റെ അതിന്റെ പാലക്മാനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, മുൻ മുഖ്യമന്ത്രിയെ അവർ അടയാളപ്പെടുത്തുമായിരുന്നില്ല. വിരുദ്ധത കൊണ്ട് മാത്രം നേരിട്ടു. എന്നാൽ ഒരു UDF മുഖ്യമന്ത്രിയെ, കോൺഗ്രസുകാരനെ തലോടിക്കൊണ്ടാണ് ഇവിടെ സംഘപരിവാർ മുഖപ്രസംഗം എഴുതിയത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് പോയി കണ്ട് ആശംസകൾ അറിയിക്കുന്നു. ഇവിടുത്തെ സംസ്ഥാനത്തെ വിവിധ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ ഈ പറഞ്ഞിട്ടുള്ള മീഡിയ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട നിയമനം, മറ്റ് വിവിധ വകുപ്പുകളിലെ നിയമനം, ഹയർ എഡ്യൂക്കേഷനിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി B. അശോക് എന്ന സംഘപരിവാറുകാരനെ കൊണ്ടുപോയി ഇരുത്തുന്നു. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ലേഖനം എഴുതി അപമാനിച്ചതിന്റെ പേരിൽ കേരളത്തിൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് കണ്ടെത്തി നടപടിയെടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടിയായിരുന്നു എന്നുള്ളത് ഈ കേരളത്തിൽ VD സതീശൻ അറിയുമോ? B. അശോകിനെതിരെ ആദ്യമായി തിരിയുന്നത് ഈ കേരളത്തിലെ ഇടതുപക്ഷമല്ല, അത് VD സതീശൻ അന്നും MLA ആയിരുന്ന UDF എന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സർക്കാരായിരുന്നു. അത് അവരാണ് കണ്ടെത്തിയത് ഇയാൾക്ക് സംഘപരിവാർ ചായ്വുണ്ടെന്ന്. ആ സംഘപരിവാർ ചായ്വ് കൂടിയിട്ടുള്ള B. അശോകിനെ ഇന്ന് ഹയർ എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കി ഇരുത്തിയിരിക്കുന്നു. ആ B. അശോകിനെയും കൂട്ടി ഗവർണർ കഴിഞ്ഞ ദിവസം സ്വന്തമായി മീറ്റിംഗ് വിളിച്ച് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്തെറിയാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഈ സെക്രട്ടേറിയറ്റിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസ് പിന്നെന്തിനാണ്? ആ ഓഫീസ് പൂട്ടിയാ പോരെ? ആ ഓഫീസിന്റെ പ്രസക്തി എന്താണ്? റോജി M. ജോണും അവരുടെ പരിവാരങ്ങളും അവരുടെ പ്രവർത്തനവും മറ്റാർക്ക് വേണ്ടിയാണ്? സർവകലാശാലകളെ മുഴുവൻ അവർ കൊണ്ടുപോവുകയാണ്. ഈ വിധത്തിലാണ് കേരളത്തിൽ സംഘപരിവാർ കോൺഗ്രസ് പ്രവർത്തനങ്ങളുടെ ഡീൽ നടപ്പിലാക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് PM ശ്രീ. ആ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് PM ശ്രീ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. PM ശ്രീയുടെ ഭാഗമായി നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത് തന്നെയും ഈ സംഘപരിവാർ കീഴ്പ്പെടലിന്റെ ഭാഗമായാണ്. ഒരു കാര്യം പക്ഷേ SFIക്ക് വേണ്ടി അസന്നിഗ്ധമായി പറയാം, PM ശ്രീ നടപ്പിലാക്കാൻ കഴിയില്ല, അതിനനുവദിക്കാൻ നിർവാഹമില്ല. അത് നടപ്പിലാക്കിയാൽ ഈ നാടിന്റെ മതനിരപേക്ഷതയെ തകർത്തെറിയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് PM ശ്രീക്കെതിരെയുള്ള പോരാട്ടം കടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇന്നലെ കേരളത്തിന്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. ഇത് നടപ്പിലാക്കരുത്. അദ്ദേഹത്തിനും ആഗ്രഹം ആ നിലയിൽ തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാം, സംഘപരിവാറിനോടുള്ള ഡീൽ ആ നിലയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾ കൈപ്പറ്റിയ പണത്തിന്റെ തുടർച്ചയിൽ ചിലതൊക്കെ നന്ദി സൂചകമായി കാണിക്കണം. അതിന് അധികാരത്തിലേറിയതിന്റെ ഭാഗമായി സഹായിച്ചിട്ടുള്ള മംഗലാപുരത്തിലേക്ക് ചെന്നിറങ്ങിയിട്ടുള്ള ആ ഭീമാകാരനായ കോർപ്പറേറ്റിനെ സഹായിക്കണം എന്നുള്ള നിലപാടുണ്ട്. ആ കോർപ്പറേറ്റിനെ ഇന്ന് വളർത്തി വലുതാക്കിയ രാഷ്ട്രീയ സഖ്യത്തിന്റെ ദുഷ്ടസഖ്യത്തിന്റെ രാഷ്ട്രീയം രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഷാ കൂടിയാകുമ്പോൾ ഇതിനെ ഒരു അവിശുദ്ധ രാഷ്ട്രീയ ബാന്ധവം എന്ന് തന്നെ നമുക്ക് വിളിക്കേണ്ടി വരും. ഈ തുടർച്ചയാണ് അതൊക്കെയും. ആ കണക്ഷനെ ഇവിടുന്ന് ആർക്കും മനസ്സിലാകില്ല എന്നൊന്നും കരുതരുത്. പക്ഷേ കൺവിൻസിംഗ് ആയി നുണ പറയുക, ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കേരളത്തിനും ഇവിടുത്തെ മനുഷ്യർക്കും വിരുദ്ധമായ കാര്യമാണെങ്കിലും അതിലൊരു ലജ്ജയുടെ ലാഞ്ചനയുമില്ലാതെ അത് നേരത്തെ പ്രഖ്യാപിക്കുക, ഇങ്ങനെയുള്ള ചില ക്വാളിറ്റീസ് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കുണ്ട്. ഈ കേരളത്തെ മുഴുവൻ വിൽക്കാൻ പോകുന്നു എന്ന് നേരത്തെ പ്രഖ്യാപിക്കാനും ഈ കേരളത്തെ മുഴുവൻ
അദാനി എന്ന ഭീമൻ എഴുതി കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കാനും അദ്ദേഹത്തിന് മടിയില്ല. രാജ്യത്ത് അദ്ദേഹത്തിന്റെ നേതാവ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് മോദിയും അദാനിയുമാണ്. മോദാനിയാണെന്ന് പറയുമ്പോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഈ പറഞ്ഞ ആഗോള ഭീമനുമായി നരേന്ദ്രമോദിയുടെ ഉറ്റ ചങ്ങാതിയുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്നു. അപ്പോ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ യഥാർത്ഥത്തിൽ അവരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഈ തരത്തിലുള്ള ഒരു വ്യാജപരമായ സമിതി കേരളത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് ചിന്തിക്കാൻ നാസയിലേക്ക് പോയതിന്റെയോ ബഹിരാകാശത്തേക്ക് പോയതിന്റെയോ ബുദ്ധിയൊന്നും വേണ്ട. സാധാരണക്കാരനായ മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം. അപ്പോ ഈ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോ കൈയൊഴിഞ്ഞ മട്ടാണ്. അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായും എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും യോഗം വിളിക്കണം. വിദ്യാർത്ഥി സംഘടനകളുടെ അഭിപ്രായം കേൾക്കണം. അവരുടെ അഭിപ്രായം കേട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയണം. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും PM-3യിൽ നിന്ന് ഉപാധികൾ ഒന്നുമില്ലാതെ പിന്നോട്ട് പോകാനും ഇപ്പോ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നിർത്തിയാൽ മതി. അത് ഫ്രീസ് ചെയ്താൽ മതി. ആ നിലയിലാണ് കാര്യങ്ങളുള്ളത്. അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ നിൽക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ സമരം നേരിടേണ്ടതായി വരും. ഇപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഇവിടെ ഒരു ധർണാ സമരമാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു, എന്താണ് വിഷയം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ 2 കോടി രൂപ ബ്ലോക്കിൽ കിട്ടിയിട്ട് വേണ്ട കേരളത്തിലെ ഒരു സർക്കാർ സ്കൂളും മെച്ചപ്പെടാൻ. ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ക്ലാസ് മുറികൾ തന്നെ ഉണ്ട്. കേരളത്തിലെ ഏത് മാധ്യമ സ്ഥാപനത്തിനും പോയി അന്വേഷിക്കാം. ആത്മവിശ്വാസത്തോടു കൂടിയാണ് കേരളത്തിന്റെ ഇടതുപക്ഷം നിൽക്കുന്നത്. ഏത് മാധ്യമ സ്ഥാപനങ്ങൾക്കും ഏത് മാധ്യമത്തിനും ഏത് നിമിഷവും കടന്നു ചെല്ലാം. ലോകോത്തരമായ നിലവാരത്തിൽ തന്നെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയും പ്രവർത്തിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അടുത്ത നിലവാരത്തിലേക്ക് കടക്കണമെന്ന് മാത്രം. പക്ഷേ ഈ 2 കോടി രൂപ കിട്ടാനുള്ളതല്ല, മറിച്ച് അവരുടെ പാഠഭാഗങ്ങൾ ഇവിടെ പഠിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയും ചില നുണയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാഠഭാഗങ്ങൾ മാറ്റില്ല, കരിക്കുലത്തിൽ മാറ്റം വരുത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ പദ്ധതിയിൽ ഒപ്പിട്ടാൽ കരിക്കുലം മാറ്റിയേ മതിയാകും. കാരണം NCERT പാഠപുസ്തകങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കുന്ന വിധത്തിലേക്ക് അവർ കാര്യങ്ങൾ മാറ്റിയെടുക്കും. അല്ല എങ്കിൽ പുതിയ മാനദണ്ഡങ്ങൾ വെച്ച് കേരളത്തെ കീഴടക്കും. കോടതി ഉൾപ്പെടെ നാളെ നിർദ്ദേശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം MOU നിലനിൽക്കും ഇവർ ഇതുമായി മുന്നോട്ട് പോയാൽ. അപ്പോ ഒരു കാരണവശാലും PM-3 നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിനെ തടയാൻ കഴിയില്ല. അതിൽ ഇന്നത് മാത്രമേ ഞങ്ങൾ എടുക്കൂ, ഇന്നത് മാത്രം ഞങ്ങൾ ഒഴിവാക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതിന് കഴിയില്ല. കാരണം ആ പദ്ധതി ഒപ്പിട്ടാൽ ആ പദ്ധതിയുടെ മുഴുവൻ കാര്യങ്ങളും കേരളത്തിൽ അക്സെപ്റ്റബിൾ ആയിരിക്കണം, അത് ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോ NCERT അയക്കുന്ന പാഠപുസ്തകങ്ങൾ, ചിലർ പറയുന്ന കേട്ടു NCERT തരുന്ന പാഠപുസ്തകം പഠിപ്പിക്കില്ല, SCERT തന്നെയാണ്. അല്ല എങ്കിലും NCERT പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് തരാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. എങ്ങനെയെങ്കിലും ആ സ്ഥാപനമൊക്കെ പൂട്ടിക്കെട്ടി എല്ലാം സ്വകാര്യവൽക്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് ഇങ്ങോട്ട് തരുമോ? ഇല്ല, മറിച്ച് സിലബസ് ഇങ്ങോട്ടേക്ക് തരും. അത് പ്രിന്റിംഗ് ഏജൻസിയാക്കി SCERT മാറ്റും, നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിനെ മാറ്റും. ഈ നിലയിലേക്കാണ് കാര്യങ്ങൾ മാറ്റുക. അപ്പൊ ഈ നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുമ്പോൾ NCERT അയക്കുന്ന ഈ ഹിന്ദുത്വ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമായിട്ടുള്ള സംഘപരിവാർ പ്രൊജക്ടിനെ ഇവിടെ പ്രിന്റ് ചെയ്ത് കൊടുക്കും. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അത് നമ്മുടെ കുട്ടികൾ പഠിക്കും. ഇതാണ് പ്രൊജക്ട്. ഈ പ്രൊജക്ടിനെ തടയാൻ കഴിയില്ല ഈ പറഞ്ഞ UDF-ന്, രാഷ്ട്രീയപരമായും അല്ലാതെ. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഞാൻ എന്തിനാണ് ഗവർണറോട് ഈ പറഞ്ഞ ഗുസ്തി പിടിക്കേണ്ട ആവശ്യം, അദ്ദേഹത്തോട് എന്തിനാണ് ഞാൻ രാഷ്ട്രീയപരമായി വിയോജിക്കേണ്ട കാര്യം? ശരിയാണ്, രാഷ്ട്രീയപരമായി വിയോജിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. സംഘപരിവാറിന്റെ ചാൻസലർക്കും ഈ പറഞ്ഞ ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതിന്റെ അർത്ഥം ഇവരുടെ രണ്ടുപേരുടെയും അഭിപ്രായങ്ങളും നിലപാടുകളും ഒന്നാണ് എന്നുള്ളതല്ലേ? കേരളത്തിന്റെ സർവകലാശാലകളെ, പ്രത്യേകിച്ച് MG സർവകലാശാലകളിൽ ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം MG-യിൽ BC-ആയി ദുരൈപാണ്ടി മാവൂദ് എന്ന സംഘപരിവാറുകാരൻ വന്നതും സെനറ്റിലേക്ക് 19 പേർ RSS-കാർ വന്നപ്പോഴും ഒരു നിലപാട് കൊണ്ടുപോലും അതിനെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇവിടെ ജനരോഷം ഉയർന്നപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അത് ശരിയായില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, ഇന്നും നാളെയും ഇന്നലെയൊക്കെയും ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ്.
ആർക്കെതിരെ? ഗവർണർക്കെതിരെ ഒരു വാക്ക് പറയാൻ ഇപ്പോഴും തയ്യാറുണ്ടോ? ആദ്യ നിമിഷത്തിൽ നിങ്ങൾ എന്തെങ്കിലും യുദ്ധം പ്രഖ്യാപിക്കണമെന്നല്ല, കൃത്യമായി അറിയിക്കണം. സംസ്ഥാനത്തെ മനുഷ്യർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സർക്കാരിനാണ് സംസ്ഥാനത്തെ സർവകലാശാലകളെ ഭരിക്കാനുള്ള അധികാരം. നിങ്ങൾ അധികാരത്തിൽ വന്നെന്ന് കരുതി ഞങ്ങൾ നിങ്ങളെ പോലെ നിലപാടെടുക്കില്ല. കഴിഞ്ഞ തവണ ഇടതുപക്ഷം അധികാരത്തിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇവിടത്തെ സർവകലാശാലകളെ മുഴുവൻ സംഘപരിവാർ വൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സംഘപരിവാറിനോടൊപ്പം കൂടെ നിന്നവരാണ് UDF. അന്ന് KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ പറഞ്ഞത്, ഈ കേരളത്തിൽ നല്ലവരായ ആളുകൾ സംഘപരിവാറിലുമുണ്ട്, അവരുമാകട്ടെ VC എന്നാണ്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നിലപാടെടുത്തവരാണ് UDF. ഇപ്പോൾ എന്തായി? ഗവർണർ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് മുഖ്യമന്ത്രിക്ക് പ്രശ്നമില്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രശ്നമില്ല. അവർ നിലപാട് പറയുന്നില്ല. യോഗം വിളിച്ചു. ആ യോഗം വിളിച്ചപ്പോഴും യോഗം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരികേടുണ്ട് എന്നല്ലാതെ ഗവർണർക്കെതിരെയുള്ള വിമർശനമില്ല. അപ്പോ ഗവർണർ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയെ PM ശ്രീ വഴി സംഘപരിവാറിലേക്ക് ഏൽപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. ഇത് രണ്ടും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയാകെ സംഘപരിവാറിലേക്ക് എത്തുന്നു. ഗവർണർ എന്ന സംഘി ഒരു ഭാഗത്ത്, PM ശ്രീയിലൂടെ സംഘപരിവാറിന്റെ ഭാഗം ഇരുഭാഗത്ത്. അപ്പോ പൊതുവിദ്യാഭ്യാസ മേഖല PM ശ്രീയിലൂടെയും ഗവർണറിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും പിടിച്ചടക്കുന്നു. ഇതല്ലേ നടക്കുന്നത്? ഇതിനെതിരെ ശബ്ദമുയർത്താത്തത് എന്താണ്? ഇത് നടപ്പിലാക്കരുത് എന്ന് പറയാനുള്ള കാരണം അവിടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ നിലപാടിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, 1.5 മണിക്കൂറിലധികം എടുത്ത് ഇവിടെ സംസാരിച്ച കാര്യങ്ങളൊക്കെയും നമ്മൾ എല്ലാവരും കേട്ടതാണ്. കേട്ടത് ആർക്കു വേണ്ടിയുള്ള പദ്ധതികളാണ്, ആരുടെ പദ്ധതിയാണ് ഇവിടെ കൊണ്ടുപോയി നടത്താൻ ശ്രമിക്കുന്നത് എന്ന്, ആർക്കൊക്കെ വേണ്ടിയുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നതൊക്കെയും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയും ഇന്നലെ അതിനുശേഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അതിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ കേരളത്തിന്റെ മുഖത്ത് നോക്കി വന്ന് പറഞ്ഞു, ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നട്ടത്തിലാണ്, അത് വിൽക്കണം, അതിനെ കൊണ്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. KSRTC പൊതുമേഖലാ സ്ഥാപനമാണ്, KSEB പൊതുമേഖലാ സ്ഥാപനമാണ്, കെല്ലും നമ്മുടെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ കെൽട്രോണും ഉൾപ്പെടെയുള്ള ഒട്ടനവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തിനുണ്ട്. 54, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 54ഓളം വരും. ഇതിൽ പലതും നഷ്ടത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെയൊക്കെയും സ്വകാര്യവൽക്കരണം കൊണ്ടുവരണം എന്നുള്ള നിലപാടാണുള്ളത്. അങ്ങനെ കൊണ്ടുവന്നാൽ ഈ നാട്ടിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ നിയമനങ്ങൾ നടക്കേണ്ട സർക്കാർ മേഖലയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ഇതെല്ലാം നികുതി പണം കൊണ്ടുണ്ടാക്കിയ മനുഷ്യരുടെ പൊതുസ്വത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്താണ് കേരളത്തിനുണ്ടാവുക? പിന്നെ പറയുന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ജോലി കിട്ടുന്നുണ്ടോ? 3.5 ലക്ഷം PSC അപ്പോയിന്റ്മെന്റ്സ് ആണ് നടന്നത്. എനിക്ക് ചുറ്റും കുറച്ച് പോലീസുകാർ ചെറുപ്പക്കാരെ കാണുന്നുണ്ട്. അവർ പറയട്ടെ അവരെപ്പോഴാ സർവീസിൽ വന്നതെന്ന്. ഓരോ മാർച്ചിന് വരുമ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുമായ പോലീസുകാരെ. ഇന്നും നടക്കുന്നുണ്ട് CPO പരീക്ഷ. ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? വന്ന് സല്യൂട്ട് ചെയ്യുന്ന മനുഷ്യരോട് ചോദിക്കണം എപ്പോഴാ അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന്. അപ്പൊ പറയും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന അപ്പോയിന്റ്മെന്റിന്റെ ഭാഗമായാണ് ഞങ്ങൾ PSCയിൽ കടന്നു വന്നതെന്ന്. അങ്ങനെ വളർന്നതാണ് കേരളം. PSCയെ നിങ്ങൾ വളർത്തിയിട്ടൊന്നുമില്ല, ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. ആ 3.5 ലക്ഷം അവസരങ്ങൾ കൊടുത്ത് PSC അപ്പോയിന്റ്മെന്റ് നടന്ന നാട്ടിലെ മനുഷ്യരോട് നോക്കി പറയുകയാണ് ഇവിടെ എല്ലാം കുട്ടിച്ചോറാണ്, ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമത് വന്ന രാജ്യത്തെ ഏറ്റവും നല്ല സർവകലാശാലകളിൽ 4 ഇവിടെ തന്നെ നിലനിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു നാടായി മാറിയ മനുഷ്യരോട് നോക്കി പറയാണ് നിങ്ങൾ ഭയങ്കര മോശം നാട്ടിലാണ് ജീവിക്കുന്നത്. നോക്കൂ, മോശം രാഷ്ട്രീയം, തെറ്റായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് അങ്ങാണ് മിസ്റ്റർ VD സതീശൻ. നിങ്ങൾ തിരുത്തണം. നിങ്ങൾ കോൺഗ്രസ്സുകാരനായി ചിന്തിക്കണം. ബജറ്റിന്റെ അവസാനം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യത്തെ തുടർന്ന് പാർലമെന്റിൽ നടത്തുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തെ കോട്ട് ചെയ്തുകൊണ്ടോ അദ്ദേഹം അങ്ങുൾപ്പെടെയുള്ള ആളുകൾ നെഹ്റുവൻ സോഷ്യലിസ്റ്റ് ആവില്ല. നെഹ്റുവൻ സോഷ്യലിസ്റ്റ് ആവണമെങ്കിൽ അതിന്റെ ആശയം പിന്തുടരണം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണം. രാജ്യത്ത് ആവശ്യം ഡാമുകളും പുതിയ വ്യവസായങ്ങളുമാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നിലപാട് പിന്തുടരാൻ കഴിയണം.
അതൊന്നും ചെയ്യാതെ അദ്ദേഹത്തിന്റെ 2 വരികൾ പറഞ്ഞാൽ അങ്ങ് നെഹ്റുവിന്റെ പിൻതലമുറക്കാരനാകാൻ യോഗ്യനല്ല എന്നുള്ളതാണ്. അങ്ങനെ ആവില്ല. അങ്ങനെ യോഗ്യതയില്ലാത്ത നിലവാരത്തിലേക്ക് അങ്ങ് മാറിയിരിക്കുന്നു. അങ്ങ് ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത് ടെക്നോ ഫ്യൂഡലിസമാണ്. അങ്ങ് തന്നെ വായിക്കുന്ന പുസ്തകത്തിന്റെ ടൈറ്റിൽ എന്താണ്? അപ്പൊ ആ നിലയിലേക്ക് അങ്ങ് മാറിയിരിക്കുകയാണ്. അങ്ങയുടെ മുതലാളി ആരാണെന്ന് പതിയെ കേരളം അറിയും. അങ്ങ് തന്നെ അത് കേരളത്തോട് പ്രഖ്യാപിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം അങ്ങക്ക് കുറച്ച് അനൽപമായ അഹങ്കാരമുണ്ട്. അങ്ങ് തന്നെ പ്രഖ്യാപിക്കും. അപ്പൊ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറും. ഇപ്പൊ പറയാനുള്ളത് PM ശ്രീയുടെ വിഷയങ്ങളിലേക്ക് തന്നെ നമുക്ക് എത്തിച്ചേരണം. PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതിരിക്കുക. ശക്തമായ സമരവേലിയേറ്റങ്ങൾക്ക് ഈ തലസ്ഥാനവും കേരളത്തിന്റെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളും മുഖരിതമാകാതിരിക്കാനുള്ള ഉത്തരവാദിത്തം അങ്ങേക്കുണ്ട്. അങ്ങയുടെ PR ഏജൻസി നടത്തിയതുപോലെ സമരകവാടം തുറന്നിട്ടിരിക്കാൻ അങ്ങക്ക് താല്പര്യമുണ്ടെങ്കിൽ ജനങ്ങളുടെ ജനോപകാരമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അദ്ദേഹം അങ്ങുൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരും അതിന്റെ മന്ത്രിമാരും ഒക്കെ തയ്യാറാവണം. PD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഞങ്ങൾ കരുതുന്നു. PM ശ്രീയുമായി മുന്നോട്ട് പോകരുത്. മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ അണിനിരത്തി അതിനെ പ്രതിരോധിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് SFIക്ക് വേണ്ടി നടത്താനുള്ളത്. 1 ഇഞ്ച് അതുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, കേരളത്തിലെ സ്കൂളുകളെ ലിസ്റ്റ് ചെയ്യാനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇവിടെ സെക്രട്ടേറിയറ്റിനെ വളഞ്ഞുകൊണ്ടുള്ള സമരം SFI നേതൃത്വം കൊടുക്കുമെന്നുള്ള ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് SFIക്ക് വേണ്ടി ഇവിടെ നടത്താനുള്ളത്.